ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിഫ്റ്റി സെൻസെക്സിൻ്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോ ആണ്. നമ്മൾ പ്രീവിയസ് ആയിട്ട് ഒരു വീക്ക്ലി അനാലിസിസ് വീഡിയോ ചെയ്തായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതേപോലെ വീക്ക്ലി അനാലിസിസ് വീഡിയോ ചെയ്യാനാണ്. നമ്മൾ ഡെയിലി അനാലിസിസ് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള വ്യൂസ് ഒന്നും വരുന്നില്ല. നമുക്ക് വീക്ക്ലി അനാലിസിസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അതേ ഞാൻ പ്രയോജനമായിട്ട് തോന്നുന്നുള്ളൂ. അഥവാ നിങ്ങൾക്ക് ഡെയിലി അനാലിസിസ് വീഡിയോ അത്രയ്ക്ക് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും ഡെയിലി ആയിട്ട് അനാലിസിസ് വീഡിയോ ചെയ്യാൻ. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഒരിക്കലും എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഏത് കോൾ ഓപ്ഷൻ മേടിക്കണം, ഏത് പുട്ട് ഓപ്ഷൻ മേടിക്കണം, അങ്ങനെയുള്ളൊരു ചോദ്യങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വരരുത്. അത് മോസ്റ്റ്ലി ഞാൻ അങ്ങനത്തെ റിപ്ലൈ ചെയ്യാറില്ല. നിങ്ങൾക്ക് ഇമോഷൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാം, സ്ട്രാറ്റജികളെ പറ്റി എന്തെങ്കിലും ഡൗട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ടെലിഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീക്ക്ലി അനാലിസിസ് വീഡിയോയിലേക്ക് പോകാം. അത് പറയുന്നതിന് മുമ്പ് നമ്മൾ പ്രീവിയസ് ആയിട്ടൊരു വീക്ക്ലി അനാലിസിസ് വീഡിയോ ഇട്ടായിരുന്നു. അത് നല്ല രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ലെവൽസും, ആ വീക്ക്ലി പറഞ്ഞ എല്ലാ ലെവൽസും നിഫ്റ്റി അക്കംപ്ലിഷ് ചെയ്താണ് ഇപ്പം നിഫ്റ്റി നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ ഒരു മെയിൻ ലെവലായിരുന്നു നിഫ്റ്റിയിൽ 24,200 എന്ന് പറഞ്ഞ ലെവലിലോട്ടായിരിക്കും നിഫ്റ്റി മോസ്റ്റ്ലി നിഫ്റ്റി എത്താൻ പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു വീക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇത്രയും ദിവസങ്ങൾ നമ്മളൊരു 7 ഡേയ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 ഡേയ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 7 ഡേയ്സ് അല്ല, നമ്മൾ 5 ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 ഡേയ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3 ഡേയ്സും നമുക്ക് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ട്രേഡ്സ് നമ്മൾ എല്ലാ ദിവസവും ഒരു ട്രേഡാണ് പഞ്ച് ചെയ്യുന്നത്. ബുള്ളിഷ് ബയാസ് വെച്ചാണ് പഞ്ച് ചെയ്യുന്നതെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് ഈ ഒരു ഡേയിലൊക്കെ നമുക്ക് വളരെ ഹ്യൂജ് പ്രോഫിറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വീക്ക്ലി ലെവൽസ് നോക്കി മാത്രം ട്രേഡ് എടുക്കുക. എപ്പോഴും നമ്മുടെ ഒരു ബയാസിനനുസരിച്ചുള്ള ട്രേഡുകൾ മാത്രം പഞ്ച് ചെയ്യുക. നമ്മൾ അന്ന് പറഞ്ഞ ലെവൽസ് ആയിരുന്നു 24,200 എന്ന് പറഞ്ഞ ലെവൽ. അത് നിഫ്റ്റി ഈസിലി അക്കംപ്ലിഷ് ആയി. അതേപോലെ നമ്മൾ സെൻസെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അന്ന് പറഞ്ഞ ലെവൽസ് ആയിരുന്നു 80,000 എന്നുള്ള ലെവൽ. മാർക്കറ്റ് 80,000 വളരെ ഈസി ആയിട്ട് അക്കംപ്ലിഷ് ആയിരുന്നു. നിങ്ങൾ നമ്മുടെ പ്രീവിയസ് വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ചധികം ലെവൽസ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ ചില പോയിൻറ്റ്സ് ഞാൻ ഇവിടെ ഒരു ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഞാൻ തന്നെ നാളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കീപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് പോയിൻറ്റ്സാണ്. അപ്പോൾ നമുക്ക് നേരെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഒരു വീക്ക്ലി പെർസ്പെക്റ്റീവിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഡെയിലി നോക്കിക്കഴിഞ്ഞാലും മാർക്കറ്റ് ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിലോട്ട് പോകാനായിരിക്കും ചാൻസ്. എന്ന് പറഞ്ഞാൽ ഡെയിലി വീക്ക്ലി പെർസ്പെക്റ്റീവ് എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇനിയുള്ളൊരു വീക്ക് മാർക്കറ്റ് മോസ്റ്റ്ലി ഒരു ബെയറിഷ് ക്യാൻഡിലായിരിക്കും എൻഡ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇനി മനസ്സിലാക്കേണ്ടത്? മാർക്കറ്റ് എവിടെ നിന്നായിരിക്കും ആ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിലോട്ട് മാർക്കറ്റ് പോകുന്നത്? കാരണം മാർക്കറ്റ് ഇപ്പോൾ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽഡ്, ഞാൻ വളരെ ലോങ് ആയി പോകുമായിരിക്കും ഈ വീഡിയോ, പക്ഷേ ഇത് താല്പര്യമുള്ളവർ കേട്ട് അറിഞ്ഞാൽ മതിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നവർക്ക് ഇപ്പം തന്നെ പോകാം. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പ്രീവിയസ്ലി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എന്താണ് മാർക്കറ്റ് നടന്നത്? ഇവിടെ മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കാണിച്ചു അല്ലേ? അപ്പോൾ ഈ സ്ട്രക്ചർ ഷിഫ്റ്റ് കാണിക്കാൻ
എന്തുകൊണ്ട് മാർക്കറ്റ്, ഞാൻ എപ്പോഴും പറയുന്നു, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണിച്ചില്ല, മറിച്ച് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ട് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണിച്ചത് എന്ത് കാരണം കൊണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിങ്ങിൽ ഒരു 50% കാര്യവും നിങ്ങൾ മനസ്സിലാക്കിയതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ 50% നിങ്ങളുടെ ഇമോഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ബയേഴ്സ് സെല്ലേഴ്സ് സെൻറ്റിമെൻറ്റ്സ് എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് മാർക്കറ്റ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഒരു വീക്ക്ലി നോക്കുന്ന പേഴ്സ്പെക്റ്റീവിൽ ബെയറിഷാണ്. പക്ഷേ എപ്പോൾ മാർക്കറ്റ് ബെയറിഷ് ആകും, ഏത് പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ബെയറിഷ് ആകും എന്ന് നമ്മൾ നോക്കണം. നമ്മൾ വീക്ക്ലിയിൽ വെച്ചേക്കുന്നൊരു വളരെ വലിയൊരു പോയിൻ്റാണെന്ന് പറഞ്ഞാൽ കമ്മിങ് വീക്കിൽ മാർക്കറ്റ് എത്താം എന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നൊരു ലെവലാണ് ഈ ഒരു ലാസ്റ്റിലുള്ള ലെവൽ. 23,458 എന്ന് പറയുന്ന ലെവലാണ് വീക്ക്ലിയിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ലാസ്റ്റ് ലെവൽ. അതേപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞു, എവിടെ നിന്ന് മാർക്കറ്റ് ആ ഒരു ലെവലിലേക്കുള്ളൊരു പുഷ് കാണാൻ പറ്റും, അത് നമുക്ക് നാളെ ഒരു ട്രേഡിംഗ് ഡേയും കൂടി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്കുള്ള 2 പോസിബിലിറ്റിയാണുള്ളത്. ഒന്നുകിൽ മാർക്കറ്റ് ഈ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് തന്നെ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് കാണിച്ച് മാർക്കറ്റ് ഈ ഒരു ലെവൽ ടേക്ക് ചെയ്യാം. ഇതൊരിക്കലും ഒരു ഡേയിലും സംഭവിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് 5 ഡേയ്സോ ഇല്ലെങ്കിൽ 2 വീക്സ് കൊണ്ടായിരിക്കാം മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് അക്കംപ്ലിഷായി വരുന്നത്. മറിച്ച് ഈ മുകളിലുള്ള ലെവൽസിലോട്ട് പോകുന്നതിനേക്കാളും പ്രോബബിലിറ്റി കാണുന്നത് ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് എത്താനായിരിക്കും. യെസ്, ഇനി നമ്മൾ നെക്സ്റ്റ് കാണേണ്ടത്, ഈ ഇവിടെ നിന്നല്ല മാർക്കറ്റ് ബ്രേക്ക് തന്ന് താഴോട്ട് വരുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് മോസ്റ്റ്ലി വരാൻ ചാൻസുള്ള 2 ലെവൽസാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതാണ് 24,400-ഉം 24,600-ഉം പറയുന്ന ലെവൽ. ഒന്നുകിൽ മാർക്കറ്റ് കമ്മിങ് വീക്കിൽ ഒരു ഹാഫ് വീക്ക് മാർക്കറ്റ് മുകളിലോട്ട് പുഷ് വന്ന് ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കാം നെക്സ്റ്റ് ഈ ഒരു പുഷ് നോക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ഡെയിലി 4 അവർ ബേസിസിൽ നമ്മൾ നോക്കിയ സമയത്താണ് നമുക്ക് ഇങ്ങനൊരു വ്യൂ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ നിന്നാണ് മാർക്കറ്റ് താഴോട്ട് വരുന്നതെങ്കിൽ ഏത് ലെവലായിരിക്കും മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 24 to 28 എന്ന് പറയുന്നൊരു ലെവൽ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുവാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു ലെവൽസിലോട്ട് എപ്പോഴും വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നത്. ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ടേക്ക് ചെയ്താൽ നമ്മൾ ഒരു കമ്മിങ് ഒരു 2-3 ഡേയ്സോ അല്ലെങ്കിൽ ഒരു ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇങ്ങോട്ടൊരു പുഷ് തരാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്, ഒന്നുകിൽ ഈ ഒരു ലെവലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിന് ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ വൈൽഡായിട്ട് കാണിക്കുന്നില്ല, ഇതിൽ പ്രൈസ് ആക്ഷൻസ് നടക്കും. വീക്ക്ലി ബേസിസ് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് എത്താനാണ് ചാൻസ്. പിന്നെ ഇതിനുള്ളിൽ നിന്ന് മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കണം. അല്ല, ഇവിടെ നിന്ന് മാർക്കറ്റ് പിന്നെയും ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ഈ ഒരു ലെവലിനെ തന്നെ നെക്സ്റ്റ് വീക്കിലോട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇതെല്ലാം ഈ വീക്കിൽ തന്നെ നടക്കണമെന്നുമില്ല, നമുക്ക് നെക്സ്റ്റ് കമ്മിങ് വീക്കിലോട്ടും നടക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. ഇത്രയുമാണ് നമ്മുടെ വീക്ക്ലി പെർസ്പെക്റ്റീവ് നിഫ്റ്റിയുടെ കഴിഞ്ഞു. ഇനി നമ്മൾ മോസ്റ്റ്ലി നോക്കുന്നത് നാളെ എന്തായിരിക്കണം നമ്മൾ നിഫ്റ്റിയിൽ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നാളത്തെ ട്രേഡ് എങ്ങനെ ആയിരിക്കണം. നാളത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഓപ്പണിംഗാണ്. നാളത്തെ ഓപ്പണിംഗ് കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വ്യൂ കിട്ടത്തുള്ളൂ. നാളെ എന്തായിരിക്കും മാർക്കറ്റിൽ ചെയ്യണമെന്നുള്ളൊരു വ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് ബെയറിഷാണെന്ന് പറയാൻ പറ്റും. കാരണം ഈ ഒരു ലോയെയും മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഒരു സ്ലൈറ്റ്ലി ബെയറിഷാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രീമിയം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. മാർക്കറ്റ് ഈ ഒരു 2 സ്വിങ്ങുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് ഈ ലോയെ ടേക്ക് ചെയ്യാൻ വേണ്ടി ഇനി പോവുകയാണെങ്കിൽ
അതെപ്പോഴും ഒരു പ്രീമിയം ഏരിയയിലോട്ട് മാർക്കറ്റ് എത്താതെ നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഏരിയ ബ്രേക്ക് ചെയ്യത്തില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് ഞാൻ എപ്പോഴും, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പ്രീമിയം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ബേസ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. മാർക്കറ്റ് ഇവിടെ നിന്നായിരിക്കുമോ ആ ഒരു 24,400 എന്ന് പറഞ്ഞ ലെവൽസിലോട്ട് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് എത്തുമോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. കാരണം ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ബയാസിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ബെയറിഷാണ്. പക്ഷേ എവിടെ നിന്ന് നമുക്ക് ഷോർട്ട് ചെയ്ത് തുടങ്ങാം? അത് നാളത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പുഷ് തരികയാണെങ്കിൽ ഈ ഒരു ഹൈ മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വീഴുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു ലെവലിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് വളരെ ഈസി ആയിട്ട് എത്തുന്നു. അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? അല്ലെങ്കിൽ മാർക്കറ്റ് 24,400 പറഞ്ഞൊരു ലെവലിലോട്ട് മാർക്കറ്റ് വളരെ ഈസി ആയിട്ട് എത്തും. അതെപ്പോഴായിരിക്കും? ഈ 24,225 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് തന്നാൽ മാത്രം അങ്ങ് മുകളിലോട്ടുള്ള 24,400, 24,600 എന്ന് പറയുന്നൊരു ലെവൽസിലോട്ട് എത്തും. നിങ്ങൾക്ക് നാളെ ട്രേഡ് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാ ദിവസവും ട്രേഡ് എടുക്കണമെന്ന് പറയുന്നൊരു നിർബന്ധവുമില്ല. മാക്സിമം എടുക്കുന്ന ട്രേഡുകൾക്ക് ഹോൾഡ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് വേണം. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വേണ്ടത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. സ്റ്റോപ്പ് ലോസ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ടാർഗറ്റ് ഹിറ്റാകാൻ വേണ്ടിയും വെയിറ്റ് ചെയ്യുക. പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് മാറാതിരിക്കുക. ഇന്ന് ഫിക്സഡ് ആയിട്ടൊരു പോയിൻ്റ് വെച്ചിട്ടുണ്ട്, ഈ ഒരു ലെവലിലേ ഞാൻ എക്സിറ്റ് ആകത്തുള്ളൂ, അവിടെ തന്നെ എക്സിറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടും വെച്ചുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരെയും എനിക്കറിയാം. അതൊന്നും ചെയ്യാതിരിക്കുക, ഡിസിപ്ലിൻ ഫോളോ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ഗൈസ്.